38 ബസ്റ്റ് ഉള്ള ആൾക്ക് എത്ര ഷോൾഡർ വേണം? 7.25 ഷോൾഡർ വേണം. പക്ഷെ കഴുത്ത് നമ്മൾ 3 ഇഞ്ച് വിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടും 6 ഇഞ്ച് ഇറക്കി, 6 ഇഞ്ച് ഒത്തിരി വലുതല്ല എങ്കിൽ പോലും 6 ഇഞ്ചും 3 ഇഞ്ചും എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ 7.25 എന്നുള്ളത് നമുക്ക് 7ലേക്ക് റെഡ്യൂസ് ചെയ്യാം. ആ 8.25 എവിടെയാണ് വന്ന് നിൽക്കുന്നത് നോക്കണം. ഇവിടെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് 8.25. ഇത്രയും മതി കൈയുടെ വണ്ണം കണ്ടോ. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ സീം എടുത്തിട്ടില്ലേ, ഇതാണ് കൈയുടെ വണ്ണം എന്ന് പറയുന്നത്. വല്ലതും പിടി കിട്ടിയോ? ഇനി നമ്മൾ ഇതിലോട്ട് ഈ വരയിലോട്ട് സാലി റോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് നമുക്ക് ഒരു പുതിയ ചുരിദാർ മെറ്റീരിയലാണ്. ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയത്തില്ല. നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ്. നമ്മൾ ഇതാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത 37 ചെസ്റ്റ് അളവ് ഉള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങാണ്. അപ്പം നമ്മൾ അതിൻ്റെ ലൈനിങ് തുണിയാണ് നമ്മൾ ഈ വിരിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഈ ലൈനിങ് തുണിയിൽ ആദ്യം നമുക്ക് മെഷർമെൻ്റ് എടുത്ത് തുടങ്ങാം. അപ്പം ശ്രദ്ധിച്ചോ, കൂടെ ഉണ്ടാവുക. നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 44 ഇഞ്ച് വേണം. 44 ഇഞ്ച് വേണമെങ്കിൽ ആ 44 ഇഞ്ച് ലൈനിങ് തുണിക്ക് വേണ്ട. നമുക്ക് ലൈനിങ് തുണിക്ക് ഒരു 2-3 ഇഞ്ച് വരെ കുറച്ചിട്ടാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ 41 ഇഞ്ചിൽ നമ്മൾ ലൈനിങ് തുണി മടക്കിടാൻ പോവാം. അപ്പം നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് തുണി കിട്ടുന്നത് അതുപോലെ തന്നെ 41 ഇഞ്ച് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ മടക്കിയിടുക. ഇത് 2.5 മീറ്റർ തുണിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 2 മീറ്ററൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നേരെ മടക്കിയിട്ടങ്ങ് എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ആദ്യം 41 ഇഞ്ചിൽ ഈ തുണിയുടെ നീളം എടുക്കുന്നു. 44 ഉണ്ട്, 41 മതി. നെക്ക് വിട്ടെന്ന് പറയുന്നത് 3 ഇഞ്ച്. 3 ഇഞ്ച് ഒരു ആവറേജാണ്. 36, 37, 38 ചെസ്റ്റ് അളവുള്ള ആൾക്കാർക്കെല്ലാം 3 ഇഞ്ച് എന്ന് പറയുന്നത് ആവറേജാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇത് എങ്ങനെയാണ് നെക്ക് തയ്ക്കുന്നത്? ക്യാൻവാസ് വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ 3 എന്ന് പറയുന്നത് കറക്റ്റ് 3 തന്നെയായിരിക്കും. പക്ഷേ നമ്മളല്ലാതെ അടിച്ച് മറിക്കുകയാണെങ്കിൽ 3 എത്രയായിട്ട് മാറും? 3.25 മാറും. അത് മനസ്സിൽ കരുതി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 3 ഇഞ്ച് നെക്ക് വരയ്ക്കുന്നു. കറക്റ്റ് 3 ഇഞ്ച്. അതേ 3 ഇഞ്ച് നമുക്ക് താഴെയും നമ്മൾ അടയാളപ്പെടുത്തുന്നു. നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 6. ഇതെല്ലാം ഒരു ആവറേജ് ഇറക്കമാണ്, ഒട്ടും തയ്യൽ തുമ്പ് കുറച്ചിട്ടല്ല. അപ്പോൾ ഓർത്തോണേ, ഒരു സാധാരണക്കാരായ ആൾക്കാർക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു മെഷർമെൻ്റാണ് ഈ 6ഉം 3ഉം. നമുക്കിനിയും ഇതിനെല്ലാം ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാം. ഏത് ഷേപ്പിലുള്ള കഴുത്താണ് വേണ്ടത്? യു. അപ്പോൾ യു കഴുത്താകുമ്പോൾ നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ച് തന്നെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് ബാക്ക് നെക്ക് 3 അതേ ഇഞ്ചിൽ തന്നെ വീതി. ഇറക്കം നമുക്ക് 5 ഇഞ്ച് മതി. അതുകൊണ്ട് നമ്മൾ 5 ഇഞ്ചിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. 5 ഇഞ്ചിൽ വീണ്ടും ഇതിനെ വെച്ച് നമ്മൾ നെക്ക് യു കഴുത്ത് വരയ്ക്കുന്നു. ഇഷ്ടമുള്ള കഴുത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ചതുരവോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പുള്ളതോ അതെന്ത് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങൾ കഴിയും. ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ എന്ന് പറഞ്ഞാൽ 15 അരയുണ്ട്. 15 അരയുള്ളപ്പോൾ 15 അരയുടെ പകുതി എത്രയാണ്? യഥാർത്ഥത്തിൽ ഓൾറെഡി വേണ്ടത് 7.25. ഇത്രയും ശരിക്കും നമുക്ക് ഷോൾഡർ വേണം. 37 ചെസ്റ്റ് ഉള്ള അല്ലെ 38 ബസ്റ്റ് ഉള്ള ആൾക്ക് എത്ര ഷോൾഡർ വേണം? 7.25 ഷോൾഡർ വേണം. പക്ഷേ കഴുത്ത് നമ്മൾ 3 ഇഞ്ച് വിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടും 6 ഇഞ്ച് ഇറക്കി, 6 ഇഞ്ച് ഒത്തിരി വലുതല്ല എങ്കിൽ പോലും 6 ഇഞ്ചും 3 ഇഞ്ചും എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ 7.25 എന്നുള്ളത് നമുക്ക് 7ലേക്ക് റെഡ്യൂസ് ചെയ്യാം. 7.25 എന്നുള്ളത് 7ലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും മാറ്റം വന്നു. ഇത്രയും നമുക്ക് കഴുത്ത് മതി, കഴുത്തല്ല ഷോൾഡർ മതി. ഇത്രയും മനസ്സിലായോ? അതേസമയം നമുക്ക് ഈ 6 എന്നുള്ളത് 6.5, 6.25 ആണെങ്കിൽ വീണ്ടും ഒരു 4 ഇഞ്ച് കൂടെ ഇങ്ങോട്ട് വന്നേനെ. അപ്പം നമ്മൾ 7ൽ നമ്മൾ കൃത്യം ഷോൾഡർ ഫിക്സ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത വിഷയം, നമുക്ക് 7 തന്നെ കൈക്കുഴി എടുക്കാം. 7 ഷോൾഡർ എടുത്തെങ്കിൽ സാധാരണയാണ് ഞാൻ പറയുന്നത് 7 തന്നെ നമ്മൾ കൈക്കുഴി എടുക്കും. അപ്പം നമുക്ക് ഇങ്ങോട്ട് ഈ ലൈന് വരയ്ക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് വരയ്ക്കണമെങ്കിൽ ഈ 7ലാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. 7ൽ ഞാൻ നേരെ ലൈൻ വരയ്ക്കുന്നു. ഇത്രയും പിടി കിട്ടിയോ? 7 ഷോൾഡർ എടുത്തു, അതേ 7 കൈക്കുഴിയായിട്ട് എടുത്തിട്ട് നമ്മൾ ലൈൻ വരച്ചു. ഇനി ചെസ്റ്റ് റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്താൻ പോവാം. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 37 ആയിരുന്നു. 37ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ 4 ഇഞ്ച് കൂട്ടണം. 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4ൽ 1 കാണുക ചെയ്യണ്ടേ.
അതല്ല എങ്കിൽ ബസ്റ്റ് അളവ് എടുത്താലും മതി. നമ്മൾ ബസ്റ്റ് അളവ് ഇവിടെ എടുത്തിട്ടുണ്ട്, എത്ര 38. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് കൂട്ടിയാൽ എത്ര വരും? 40. 40ന്റെ 4 എത്രയാണ്? 10. ആ 10 നമുക്ക് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. കറക്റ്റ് 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മളൊരു 2 ഇഞ്ച് സീം അലവൻസും തുടക്കക്കാരായിട്ടുള്ളവർക്ക് തയ്ക്കണമെങ്കിൽ 2 ഇഞ്ച് കൊടുത്തു. ഇനി നല്ല എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 1.5 ഇട്ടാലും മതി. ഇനി നമ്മുടെ അടുത്ത പണി, ഈ നമുക്ക് ആകെ കിട്ടിയ ഈ 7 7ന്റെ മിഡ് പോയിന്റ് എത്ര? 3.5 പകുതി. ഈ 3.5യിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഒരു കേർവ് വരയ്ക്കാൻ പോവാം. ഇങ്ങനെ മനസ്സിലായോ? അത് നമുക്ക് എല്ലാത്തിനും മതി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫ്രഞ്ച് കേർവ് യൂസ് ചെയ്യുന്നത്, ഇത് വരയ്ക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ പോയിന്റിലും ഇവിടെ മുട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കണം. ചിലർ ഇവിടെ രണ്ടുകൂടെ ചേർത്ത് വെക്കും, ഇങ്ങനല്ല വെക്കുന്നത്. ഈ പോയിന്റും ഇതും ഇതും തമ്മിൽ കൂട്ടി മുട്ടിയാൽ മതി. കണ്ടോ? എന്നിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കേർവ് വരയ്ക്കുന്നത്. അപ്പം നമ്മുടെ ആംഹോൾ കേർവ് നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ ഒരു 1/4 ഇഞ്ച് എല്ലാവർക്കും നമ്മൾ സ്ലോപ്പ് ഇടണം. 1/4 ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ഇട്ട് നമ്മൾ വെട്ടിക്കളയും. 1/2 ഇഞ്ച് കണ്ടോ? അപ്പൊ ഈ 1/2 ഇഞ്ച് താഴ്ത്തിയാണ് നമുക്ക് എന്ത് വേണ്ടത്? നമുക്ക് ആംഹോൾ റൗണ്ട് മെഷർ ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ ഇവിടെ ഇത്രയും വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു തയ്യൽ തുമ്പായില്ലേ, വീണ്ടും നമ്മൾ 1/4 ഇഞ്ച് ഇറക്കിയല്ലേ തയ്ക്കുന്നത്. അപ്പൊ ഒരു സ്വല്പം ഇങ്ങനെ മാറ്റി നമുക്ക് ഈ ആംഹോൾ റൗണ്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ, 8.5 8.75 8.75 എത്ര വരും? 8 തൊട്ടും 16 17.5 വരും അല്ലേ? 8.75 ഞാൻ കഷ്ടിച്ച 8.75. അപ്പൊ 17 വരും. നമുക്ക് എത്ര നമുക്ക് വേണ്ടത്? 17 നമുക്ക് വേണം. അപ്പോൾ ഇത് കറക്റ്റാ. 17യുടെ 4 ഇഞ്ച്. ഇപ്പൊ ചുരിദാറിനൊക്കെ 4 ഇഞ്ച് വേണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായി ഇറുകം വരും. അപ്പൊ നമ്മുടെ ഈ ആംഹോൾ റൗണ്ട് വളരെ കറക്റ്റ് ആയിരിക്കും. ചുരിദാർ കഷത്തിൽ നിന്ന് ഇറങ്ങി പോവുകയോ കയറി വരുവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പൊ ഇത്രയും കാര്യം പിടി കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തത്, അപ്പൊ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ചെസ്റ്റ് റൗണ്ട് വരെ ശരിക്കും മനസ്സിലായില്ലേ? ഇനിയുള്ളത് വേസ്റ്റ്. നമ്മുടെ ആ ഇടയ്ക്ക് നമ്മളൊരു ഇച്ചിരി ഒതുക്കിയല്ലേ എടുക്കുന്നത്. പിന്നെ നമുക്ക് സ്ലിറ്റ് ഇടുന്നു. സ്ലിറ്റ് 21 എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഇറക്കിയാണ് എടുത്തേക്കുന്നത്. ഇത് 14 അരയിൽ എടുത്തു. നല്ല പൊക്കമുള്ളവർക്കാണെങ്കിൽ 15 എടുക്കാം. കൊച്ചു പിള്ളേർക്കൊക്കെ ഇച്ചിരി കൊച്ചു പിള്ളേരാണെങ്കിൽ 13 അരയിലും 14 ഒക്കെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് എത്ര നമ്മുടെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയെന്ന് അറിയാവോ? നമുക്ക് കിട്ടിയേക്കുന്നത് ചെസ്റ്റ് അല്ല, നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വേസ്റ്റ് 35. അതുകൊണ്ട് അതിൻ്റെ 4/1 +2 അല്ലേ, 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ 4/1 എത്രയാണ്? 9.25. ആ 9.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് വീണ്ടും സീം അലവൻസ്. ഇത് സ്ലിറ്റ് വരുന്ന ഭാഗം. സ്ലിറ്റ് വരുന്നിടത്ത് നമുക്ക് 41 ഉണ്ട് ഹിപ്പ്. അപ്പം കുറച്ച് സ്ലിറ്റ് അകന്നല്ല ഇറുക്കം വരരുതെന്ന് പറഞ്ഞുകൊണ്ട് 42 എടുക്കുന്നു. 42ൻ്റെ കൂടെ 2 കൂട്ടുമ്പം 44. 44ൻ്റെ 4/1 11 കണ്ടല്ലോ. അപ്പം 11ൽ നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നിർബന്ധമായും 2 ഇഞ്ച് ഇടാൻ പാടില്ല, 1 ഇഞ്ച് ഇടാവും. അത് ഓർക്കണം കേട്ടോ. സ്ലിറ്റിൻ്റെ വരുമ്പോൾ മാത്രം എത്ര ഇടാവും? 1 ഇഞ്ച് ഇടാവും. ഇനി നമുക്ക് അടിവണ്ണം, അതായത് ചുരിദാറിൻ്റെ അടിയിൽ എത്ര വണ്ണം വേണം, അത് നമുക്ക് സാധാരണക്കാരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഹിപ്പിൻ്റെ എടുക്കത്തില്ലേ, സ്ലിറ്റിൻ്റെ ആ വണ്ണം തന്നെ എടുക്കാം. അപ്പം എത്ര വരും? 11. 11 1 12 12 വേണമെങ്കിൽ ഇനി അടിച്ചു മടക്കാൻ 1 ഇഞ്ചിൻ്റെ കൂട്ടി എത്ര എടുക്കാം? 13 എടുക്കാം. കാരണം കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ 11 എടുക്കട്ടെ. കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ എത്ര എടുക്കാം? 13 എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ 13ഉം ഇതും കൂടെ തമ്മിൽ ആദ്യം കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഷേപ്പ് ചെയ്യാം. ഇവിടെ ഷേപ്പ് ചെയ്യാൻ ശരിക്കും ഉപയോഗിക്കേണ്ടത് ഇത് കണ്ടോ, ഈ ഷേപ്പ് സ്കെയിലാണ് ഉപയോഗിക്കുക. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ എപ്പം ചെയ്യുമ്പോൾ ഇവിടെ കട്ട് കൊടുക്കണം, സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് നമ്മളിനി ഈ 1/2 ഇഞ്ച് സ്ലോപ്പ് വെട്ടി അതിനുശേഷം ഇതെല്ലാം നമ്മൾ വെട്ടുന്നു. നമ്മൾ ഇത്രയും തുണിയുണ്ട് കയ്യെ വെക്കണമെങ്കിൽ. വെട്ടി നിർത്തി കഴിയുമ്പോൾ തന്നെ എന്നാ നടക്കണമെന്ന് അറിയാവോ? ഈ നമ്മുടെ സ്ലിറ്റിൻ്റെ പൊസിഷനില്ലേ, സ്ലിറ്റിൻ്റെ വരച്ചത് ആ കറക്റ്റ് അവിടെ 4 തുണിയിലും ഒരു ഇത് കൊടുത്തേക്കണം. അല്ല നമുക്ക് തിരിച്ചറിയത്തില്ല അതുപോലെ എവിടെ സ്ലിറ്റ് വരാൻ പോകുന്നുള്ളത്. കറക്റ്റ് സ്ലിറ്റിൻ്റെ പൊസിഷനിൽ വന്ന് വേണം കുത്തിയിടാൻ. ഇനി തുടക്കക്കാർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും
അറിയത്തില്ലാത്തവർക്ക് തയ്ച്ച് വരുമ്പം ഈ പാടൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഈ അടയാളങ്ങൾ എല്ലായിടത്തൊക്കെ ഒന്ന് വേണമെന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ എവിടം വരെയാ കൂട്ടി അടിക്കേണ്ടത് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഈ ഷേപ്പ് ഇങ്ങനെയുള്ളത്. അതുപോലെ ഇതില്ലേ, ഇതും നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അപ്പം നമുക്ക് ഒരുവിധം ഐഡിയ കിട്ടും. ഇനിയും വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇത് സെപ്പറേറ്റ് ചെയ്യട്ടെ. രണ്ടും ബാക്കും തിരിച്ചറിയാവോ? ഇത് ഫ്രണ്ട് കേട്ടോ, ഇത് ഫ്രണ്ട് ആയിരിക്കണം, ഇത് ബാക്ക് ആയിരിക്കണം. ഇപ്പം ബാക്കിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളെ ഇതിലൂടെ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തി തന്നേക്കാം. അല്ലെങ്കിൽ കഴുത്തിലാണ് രണ്ട് ഷേപ്പിലൊക്കെ ഇരിക്കരുത്. ഇത് ബാക്ക് കഴുത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇത് ഇപ്പുറത്തെ വശത്തില്ലല്ലോ. അപ്പം നമ്മൾ എന്നാ എടുക്കുന്ന അറിയാവോ? ഇതിനെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ ഈ സെൻറ്റർ വെച്ച്, ഇത് കണ്ട അതിനെ ഈ സെൻറ്റർ ഇവിടെ വെട്ടുന്നേ, ഇവിടെ വെച്ച് കറക്റ്റ് ആ പടിയെ കൂടെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്താണ് അതിവിടെ വരും. കണ്ടോ? അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം, നല്ല തുണിയുടെ മുകളിലേക്ക് ഇതിനെ എടുത്ത് വെക്കും. വെച്ചിട്ട് കുത്തണം. അവിടെ ഇവിടെ ഇവിടെ സെറ്റിപ്പം കുത്തി വെക്കണം, അല്ലെ ബോൾ പെൻ കുത്തി വെക്കണം. കുത്തി വെച്ചിട്ട് ആദ്യം മെഷീനിൽ ഇവിടെ ഇവിടം വരെ ചുമ്മാ ഒന്ന് അടിച്ചു വെക്കണം. എന്നാലേ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തരാതെ. എന്നിട്ട് കറക്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ അടിച്ചു വെക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വിട്ട് ഇത്രയും കട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ എല്ലാം ഓരോ കുഞ്ഞു കട്ട് ശ്രദ്ധിച്ചിടണം, തയ്യലെ മുട്ടാതെ. എന്നിട്ട് ഈ തുണിയെ ഇതിനെ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് മറിക്കുമ്പം കഴുത്തു രണ്ടായിട്ട് തുണിയെ ഫുള്ള് മടക്കി ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതെടുത്ത് വെച്ച് നമ്മൾ വിട്ടു. ആലിസ് ഒരു സൂത്രം പറഞ്ഞു തന്നില്ല, കൈക്കുഴി കയറ്റി വിട്ടുന്ന കാര്യം പറഞ്ഞില്ല. ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ ആലിസും ശ്രദ്ധിച്ചോണേ. അതായത് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടണ്ടേ നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ചുളുങ്ങിയിരിക്കത്തില്ലേ? ഫ്രണ്ട് ആം ഹോൾ എങ്ങനെയാണ് കുഴിച്ചു വെട്ടുന്നത് നമുക്ക് നോക്കാം. കുഴിച്ചു വെട്ടാനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് ഇതിപ്പോൾ എത്ര ഉണ്ട്, 1.5 ഇഞ്ചില്ലേ? ഈ 1.5 എന്നുള്ളത് നമുക്ക് 1 ഇഞ്ചിലേക്ക് താക്കാം. കണ്ടോ? ഈ കോണിന്ന് 1 ഇഞ്ചിലേക്ക് താത്തും. കണ്ടോ? അപ്പൊ ഇവിടെ വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യരുത്. ഇവിടുന്ന് ഒരു സ്വല്പം ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്ന് ഈ 1 കൂടെ കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് ഇതിലോട്ട് അറിയാം. ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മറന്നേക്കല്ലേ? ഉണ്ടല്ലോ. അപ്പം ഞാൻ ഫ്രണ്ട് വെച്ചല്ല ഇനി വെട്ടേണ്ടത്, പിന്നെ ഏത് വെച്ചാ ബാക്ക് വെച്ചാൽ വെട്ടാവും. കൊണ്ട് ഫ്രണ്ട് മാറ്റി തരുക. എന്നിട്ട് നമ്മൾ എന്നാ എടുക്കണം, വെട്ടി കഴിഞ്ഞിട്ട് വേണം അതുപോലെ ഇതേലേ എടുത്ത് കളയാം കേട്ടോ. ഈ തുണി നല്ല തുണി മടക്കിയിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല തുണി മടക്കിയിടുമ്പോൾ നടുക്കോട്ട് കൂട്ടിയിട്ട് മടക്കിയേക്കരുത്. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിനേക്കാൾ 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് കൂടുതൽ മടക്കിയിട്ട് തുണി വേസ്റ്റ് ആക്കി കളയല്ലേ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് കിട്ടാതെ വരുവേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, എപ്പോഴും നല്ല തുണി, അതായത് ലൈനിങ് തുണിയേക്കാൾ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കൂടുതലിട്ട് നല്ല തുണി വെട്ടിയെടുക്കാവും. പിന്നെ നമുക്ക് തയ്ച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. നമുക്കിത് സ്ലീവ് എടുക്കാൻ പോവുകയാണ്. ആ മിച്ചമുള്ള തുണിയെ ഞാനിങ്ങനെ, എനിക്ക് എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ തിരിച്ചിട്ടതേ ഉള്ളൂ. ഇങ്ങനെ വിലങ്ങനെയാണ് നമുക്ക് കൈ വരാൻ പോകുന്നത് കേട്ടോ. ഇത്ര നീളം കിട്ടും. ഞാൻ ഇങ്ങോട്ടും തിരിച്ചിടുകയാണേ. മൊത്തം എത്ര വീതി വേണം നിങ്ങൾ പറഞ്ഞോ? 37 ചെസ്റ്റ് അളവുള്ള ആൾക്ക് എത്ര വീതി വേണം സ്ലീവ് എടുക്കാനായിട്ട്? 37ന്റെ 4 എത്ര വരും? 9.25. ആ 9.25 ഒരു അരയുടെ കൂട്ടി 9.25, മാക്സിമം 10 അല്ലെ 9.5 തുണി വീതി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കൈ വെട്ടിയെടുക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇറക്കം ഞാനൊരു 15 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് ഈ ക്യാപ്പ് ഹൈറ്റ് അല്ലെങ്കിൽ ഡൗൺ എന്ന് പറയുന്നത് 3.5 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ മൂലയിൽ ഈ 3.5 വരച്ച വരയിലോട്ട് എത്രയായിരുന്നു നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ മുമ്പ് അടയാളപ്പെടുത്തി ഓർക്കുന്നുണ്ടോ? 8.5 അല്ലായിരുന്നോ? ആ 8.5 അല്ലെങ്കിൽ ഒരു 8.25 മാക്സിമം എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു പോയിന്റ് കൊടുത്തു. പിന്നെ 2 ഇഞ്ച് സീമും കൊടുത്തു, കാരണം നമ്മൾ അപ്പുറത്ത് ബോഡിയിൽ 2 ഇഞ്ച് സീം കൊടുത്തുകൊണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കയ്യ് വരച്ചു. കണ്ടല്ലോ, മുകളിൽ നിന്ന് ആദ്യം വരയ്ക്കുമ്പോൾ 2 ഇഞ്ച് 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം ഷേപ്പ് ചെയ്ത് വരാൻ. ഇനി അടിയിറക്കം 6 ഇഞ്ചും അതിന് 2 ഇഞ്ച് സീമും കൊടുത്തിട്ട് ഈ 2 പോയിന്റും തമ്മിൽ ഈ ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കണം. എന്താ അങ്ങനെ പറയാൻ കഴിച്ചാൽ, വലിയ കൈയാണെങ്കിൽ ഒരു 11 ഇഞ്ചിനൊക്കെ മേളിലുള്ള കൈ എപ്പോഴും ഷേപ്പ് സ്കെയിലിന് വരയ്ക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഷേപ്പായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ ഈ വരച്ച വരയിലൂടെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്ത ഉടനെ ഈ അറ്റത്ത് ഒരു കട്ടിങ് കൊടുക്കാൻ മറക്കല്ലേ.
തുടക്കക്കാർക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ കൈ നിവർത്തി വെച്ചിട്ട് ഈ ഒരു വശത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി അതേ ഷേപ്പിൽ കണ്ടോ, ആ മറ്റേത് വന്നേക്കുന്ന പോലെ ഷേപ്പിൽ നടുക്ക് സെൻറ്റർ വരെ കട്ട് ചെയ്ത് കളയരുത്. എന്നിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് വശമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഓരോ അടയാളം കൊടുത്തേക്കാം, ഉള്ളിലൂടെ കൊടുത്തേക്കാം, എവിടെ നോക്കിയാലും കാണണം, അതിന് വേണ്ടിയാണേ. അപ്പം ഞാൻ തയ്യൽ വീഡിയോ ഇടുന്നില്ല കേട്ടോ, വെട്ടിക്കൊടുത്ത ആൾ തയ്ച്ചോളും, അതുകൊണ്ട് തയ്യൽ വീഡിയോ ഇടുന്നില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇഷ്ടമായെന്നല്ല ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തരിക. താങ്ക് യു.